Hello friends, welcome back to my channel Shah's Learning. ഈ വീഡിയോയിൽ നമ്മൾ ഇന്നത്തെ സ്കൂൾ വർക്ക്ഷീറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മാത്തമാറ്റിക്സ് വർക്ക്ഷീറ്റ് ആണ്. എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ളത് നോക്കാം. ആക്ടിവിറ്റി 1 math puzzle. Write the next four numbers. തുടർന്ന് വരുന്ന 4 സംഖ്യകൾ കണ്ടെത്തി എഴുതുക. ഗണിതം പസിലാണ്. ഒന്നാമത്തേത് 3 ആണ്. ദെൻ ഈ ഒരു മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹിൻസ് എങ്ങനെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതായത് 3 ഗുണനം 2 ദെൻ അതിൽ നിന്ന് 1 കുറച്ചു. 5 ഗുണനം 2 അതിൽ നിന്ന് 1 കുറച്ചു. 8 ഗുണനം 2 അതിൽ നിന്ന് 3 കുറച്ചു. അപ്പൊ ഇവിടെ 1 കുറച്ചു, ഇവിടെ 2 കുറച്ചു, ഇവിടെ 3 കുറച്ചു, ഇവിടെ 1 2 3 അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകണം? നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 13 into 2 then minus 4. 13 ഗുണനം നമുക്ക് എഴുതി നോക്കാം. 13 ഗുണനം 2 that is equal to 26 എന്ന് കിട്ടും. then മൈനസ് എത്ര മൈനസ് ചെയ്യേണ്ടത്? 4. നമുക്ക് എത്ര ഉത്തരം കിട്ടും? 22. 22. അടുത്ത നമ്പർ എത്രയാ വരുന്നത്? 22. അടുത്തത് 22 ഗുണനം 2 എത്രയാ? 44. 44 എന്ത് കുറയ്ക്കണം? 5 കുറയ്ക്കണം. 5 കുറയ്ക്കണം. അപ്പൊ എത്രയാ? 39. 39. then 39 into 2. 39 into 2 എത്രയാ? 39 into 2 വരുന്നത് 78. 78ൽ നിന്ന് എത്ര കുറയ്ക്കണം? 78ൽ നിന്നും 6 കുറയ്ക്കണം. അപ്പൊ എത്ര വരും? ഇവിടെ നമ്മൾ 5 കുറച്ചത്, ഇവിടെ 6 കുറയ്ക്കണം. 72. ഇനി 72 ഗുണനം 2 എത്ര വരും? 2 2 4 7 2 14. 144. 144ന് 7 കുറയ്ക്കണം. അപ്പൊ 140ഉം 137. നമുക്ക് ഇവിടെ കിട്ടിയത് 22 22, പിന്നെ 39, പിന്നെ കിട്ടിയത് 72, പിന്നെ കിട്ടിയത് 137. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സംഖ്യാ ശ്രേണി പോകുന്നത്. മാത്സ് പസിൽ. അടുത്തത് കുടുംബശ്രീ had 3 stalls in the 4-day Onam fair. ഓണത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ 3 സ്റ്റാളുകൾ 4 ദിവസം പ്രവർത്തിച്ചു. The first stall got Rs 304,000, 3,405, 3,528, 3,780, 3,500. ഒന്നാമത്തെ സ്റ്റാളിൽ നിന്ന് 3,405, 3,528, 3,780, 3,500 രൂപയും, അതായത് ഒന്നാമത്തെ ദിവസം, രണ്ടാമത്തെ ദിവസം, മൂന്നാമത്തെ ദിവസം, നാലാമത്തെ ദിവസം. The second stall got Rs 2,966, Rs 3,600, Rs 4,250, Rs 3,497. രണ്ടാമത്തെ സ്റ്റാളിൽ നിന്ന് 2,966 രൂപ, 3,600 രൂപ, 4,250, 3,497 രൂപയും. The third stall got Rs 2,998, Rs 3,570, Rs 4,306 and Rs 3,100. മൂന്നാമത്തെ സ്റ്റാളിൽ നിന്ന് 2,998, 3,570, 4,306, 3,100 രൂപയുമാണ് കിട്ടിയത്. 4 ദിവസങ്ങളിലായിട്ട് പിരിഞ്ഞ് കിട്ടിയത്. Which stall got most taking all 4 days together? ഏത് സ്റ്റാളിൽ നിന്നാണ് കൂടുതൽ വരുമാനം ലഭിച്ചത്? ഏത് ദിവസമാണ് കൂടുതൽ വരുമാനം ലഭിച്ചത്? Which day got the most taking all 3 stalls together? നമ്മള് 3 സ്റ്റാൾസിന്റെയും 4 ദിവസത്തെയും കാര്യങ്ങൾ ഇവിടെ രേഖപ്പെടുത്താം. അപ്പൊ day 1 2 3 4
അപ്പോൾ നമുക്ക് ടോട്ടൽ കാണാം. സ്റ്റാൾ 1-ൽ നിന്ന് ടോട്ടൽ നമുക്ക് എത്ര രൂപ പിരിഞ്ഞ് കിട്ടിയിട്ടുണ്ടെന്ന് നമുക്കൊന്ന് ടോട്ടൽ ചെയ്ത് നോക്കാം. സ്റ്റാൾ 1-ൽ നിന്ന് 5 + 8 13, 3 ഇട്ടു, ബാലൻസ് 1, 1 + 0, then +2 3, 3 + 8 11, 11 + 0 11, 1 ഇവിടെ ഇട്ടു, 1 ഇവിടെ ഇട്ടു, 4ഉം 1ഉം 5, 5 + 5 10, 10 + 7 17, 17 + 5, 17 + 5 22, then 2, 2 3 5, 3 8, 9 10 11, 12 13 14, 14, 1 4 2 1 3. ക്ലിയർ ആവുന്നുണ്ടോ? 1 4 2 1 3. ഇതാണ് ടോട്ടൽ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് 6 7 13. നെക്സ്റ്റ് 1 ഇവിടെ ഇട്ടു, 7 7 + 5 12, 12 + 19, that is 19 20 21. 2 ബാലൻസ് ഉണ്ടാവും, 9 10 11, 11ഉം 6ഉം 17 + 2 19 + 4 23. 2 ബാലൻസ് 2 2 4 3 7 7 4 11, 11 3 14, 1 4 3 1 3. Next 8 + 6 14, balance 1 10, 10 + 7 17, balance 1 10, 10 + 5 15, 18 19, 1 3 6 10 13, 1 3 9 1 4. അപ്പോൾ ഇതിൽ ഏതാണ് ബിഗ് ആയിട്ടുള്ളത്? ഡേ 1-ൽ ആകെ എത്ര രൂപ കളക്ട് ചെയ്തു? എല്ലാ സ്റ്റാളിൽ നിന്നും കൂടി ഒരു ദിവസം കിട്ടിയതാണ് ഇത്. സെക്കൻഡ് സ്റ്റാളിൽ നിന്ന് ഒരു ദിവസം കിട്ടിയതാണ് ഇത്. തേർഡ് സ്റ്റാളിൽ നിന്ന് ഒരു ദിവസം, 4 ദിവസം കൂടി കിട്ടിയതാണ് ഇത്. അതായത് ഏത് സ്റ്റാളിൽ നിന്നാണ് കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏത് സ്റ്റാളിൽ നിന്നാണ് വരുമാനം കൂടുതൽ ലഭിച്ചിട്ടുള്ളത്? സ്റ്റാൾ 2 ആണ് ആൻസർ വരുന്നത്. സ്റ്റാൾ 2 ഏറ്റവും കൂടുതൽ വരുമാനം ലഭിച്ചിട്ടുള്ളത് ഇതിന്റെ ഒരു ഉത്തരമാണ് വരുന്നത്. സ്റ്റാൾ 2. സ്റ്റാൾ 2. അപ്പൊ അതിന്റെ ആൻസേഴ്സ് ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. 14,213, 14,313, 13,974. ഇതാണ് നമുക്ക് ഇവിടെ ആൻസർ വരുന്നത്. സെയിം തന്നെയാണ് ഈ സ്റ്റാൾ ഇവിടെ നിങ്ങൾ മലയാളം മീഡിയക്കാരും എഴുതേണ്ടത്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനെ ഒന്നാമത്തെ ദിവസം ആകെ എത്ര കളക്ഷൻ കിട്ടി, അതായത് ഏത് ദിവസമാണ് കൂടുതൽ വരുമാനം ലഭിച്ചതെന്ന് അറിയണമെങ്കിൽ ഇതിന്റെ ആൻസർ ആണ് സ്റ്റാൾ 2 എന്ന് വരുന്നത്. ഏതിന്റെ ആൻസർ? ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ ആണ് സ്റ്റാൾ 2 എന്ന് വരുന്നത്. സ്റ്റാൾ 2 എന്നാണ് വരുന്നത്. ഇനി ഏത് ദിവസമാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഇവിടെ ഇങ്ങനെ നേരെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ ഇവിടെയും ആഡ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അതായത് 3,405 3,405 കൂട്ടണം 2,966 2,966 പ്ലസ് 2,998 നമുക്ക് ആൻസർ കിട്ടുന്നത് 9,369 9,369 ആണ്. ഇനി അടുത്തത് ഡേ 2ലേക്ക് വരുമ്പോൾ 3,528 3,528 പ്ലസ് 3,600 3,600 പ്ലസ് 3,570 3,570. നമുക്ക് ആൻസർ വരുന്നത് 10,698 ആണ് വരുന്നത്. ഇനി തേർഡ് ഡേ 3,780 3,780 പ്ലസ് 4,250 പ്ലസ് 4,306. ആൻസർ വരുന്നത് 12,336 ആണ് നമുക്ക് ആൻസർ വരുന്നത്. നെക്സ്റ്റ് 3,500 3,500 പ്ലസ് 3,497 പ്ലസ് 3,100 10,097 10,097 ആണ് വരുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് വരുന്നത് വലുത് വരുന്നത്?
നമുക്കറിയാം ഇതിൽ 12,000 എന്ന് വരുന്ന ഡേ 3 ആണ് ഏറ്റവും കൂടുതൽ വരുമാനം ഉണ്ടാക്കിയിട്ടുള്ളത്. ഡേ 3 ആണ് ഏറ്റവും കൂടുതൽ 12,336 ഡേ 3 ആണ് വരുന്നത് അല്ലെ. ദെൻ സ്റ്റാൾ 2 ആണ് ഒന്നാമത്തെ ആൻസറും, രണ്ടാമത്തത് ഡേ 3 ആണ് വരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് ഈ ഒരു വർക്ക്ഷീറ്റിലുള്ള ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഈ ഒരു വിറ്റുവരവ് ഓണം സെയിൽ വരുന്നത്. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ഡെവലപ്മെന്റ് ഫണ്ട് വികസന നിധിയാണ് വരുന്നത്. സ്കൂൾ വികസന നിധിയിലേക്ക് PTA അംഗങ്ങൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞ് സംഭാവന പിരിച്ചെടുത്തു. ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതൽ മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. എന്നാൽ അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ. അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫസ്റ്റ് ഡേ ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതലായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. നാലാമത്തെ ഗ്രൂപ്പ് എത്ര രൂപയാണ് പിരിച്ചതെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. 4,200 ആണ്, 4,200 രൂപ. ഇനി ഈ 4,200 രൂപ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവായിരുന്നു. അതായത് മൂന്നാമത്തെ ഗ്രൂപ്പിന് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 200 രൂപ കുറവെന്ന് പറഞ്ഞാല് അവര് പിരിച്ചിട്ടുള്ളത് 4,000 രൂപയാണ്. 4,000 റുപ്പീസ് ആണ് അവര് പിരിച്ചിട്ടുള്ളത്. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിൻ്റെത് കിട്ടിയേ. ഇനി നമുക്ക് രണ്ടാമത്തെ ഗ്രൂപ്പും ഒന്നാമത്തെ ഗ്രൂപ്പും അഞ്ചാമത്തെ ഗ്രൂപ്പും കണ്ടുപിടിക്കണം. അപ്പൊ അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ 550 രൂപ കൂടുതലാണ്. അഞ്ചാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പിനേക്കാൾ, ഇവിടെയും പറയുന്നുണ്ട് ഫിഫ്ത്ത് ഗ്രൂപ്പ് ഗോട്ട് 550 rupees മോർ ദാൻ ഫോർത്ത് ഗ്രൂപ്പ്. അപ്പോ ഫിഫ്ത്ത് ഗ്രൂപ്പ് ഫോർത്ത് ഗ്രൂപ്പിനേക്കാൾ എത്ര രൂപയാണ് മക്കളെ കൂടുതൽ പിടിച്ചിട്ടുള്ളത്? 550, 550. അപ്പൊ ഇവിടെ 4,200 ആണ് അല്ലെ, 4,200 ആണ്. അപ്പൊ ഇതിനോട് ഇതും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 4,750, 4,750. ഓക്കെ അല്ലേ? അപ്പൊ അഞ്ചാമത്തെ ഗ്രൂപ്പ് കിട്ടി, മൂന്നാമത്തെ ഗ്രൂപ്പ് നാലാമത്തെ ഗ്രൂപ്പ് അഞ്ചാമത്തെ ഗ്രൂപ്പായി. ഇനി ഒന്നാമത്തെ ഗ്രൂപ്പിനേക്കാൾ 600 രൂപയും രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപയും കൂടുതലായിരുന്നു മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത്. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പ് പിരിച്ചത് എത്രയാണ്? 4,000. അപ്പൊ മൂന്നാമത്തെ ഗ്രൂപ്പിന് രണ്ടാമത്തെ ഗ്രൂപ്പിനേക്കാൾ 400 രൂപ കൂടുതലായിരുന്നു. അപ്പോ 4,000-ൽ നിന്ന് 400 രൂപ കുറച്ചാൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെത് കിട്ടും. 4,000-ൽ നിന്ന് 600 രൂപ കുറച്ച ഒന്നാമത്തെ ഗ്രൂപ്പിൻ്റെതും കിട്ടും. അപ്പൊ 4,000-ൽ നിന്ന് 600 രൂപ കുറച്ച 3,400 രൂപയാണ് വരുന്നത്. 3,400, 3,400. ഇനി 4,000-ൽ നിന്ന് 400 കുറച്ച എത്രയാ കിട്ടുന്നത്? 3,600, 3,600. അപ്പൊ എങ്ങനെയാ? ഈ മൂന്നാമത്തെ ഗ്രൂപ്പിന് ഇതിനേക്കാൾ 400 രൂപ അധികമല്ലേ? ഇതിനേക്കാൾ 600 രൂപയും അധികമാണ്. അപ്പൊ എല്ലാ ഗ്രൂപ്പിൻ്റെതും നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടല് കാണാം. ടോട്ടല് കാണുമ്പോൾ നമ്മൾ ഏതൊക്കെയാണ് കൂട്ടേണ്ടത്? 3,400, 3,400 പ്ലസ് 3,600, 3,600 പ്ലസ് 4,000, 4,000 പ്ലസ് 4,200, 4,200 പ്ലസ് 4,750, 4,750. നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 19,950, 19,950 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് വർക്ക്ഷീറ്റിൽ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പാഠപുസ്തകം പേജ് 53-ലെ ഡെപ്പോസിറ്റ് അല്ലെ, നിക്ഷേപം എന്ന പ്രവർത്തനം പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ടെക്സ്റ്റ് ബുക്കിലെ നിക്ഷേപം എന്ന് പറയുന്ന പ്രവർത്തനം ബാബുവിന് 1420 രൂപയുടെയും നാഫിയയ്ക്ക് 1580 രൂപയുടെയും ജോണിക്ക് 1605 രൂപയുടെയും ബാങ്ക് നിക്ഷേപമുണ്ട്. ബാബുവിന്റെയും നാഫിയയുടെയും നിക്ഷേപത്തിന്റെ ആകെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം. ജോണിയുടെയും നാഫിയയുടെയും ആകെ നിക്ഷേപത്തിനോട് 120 രൂപ കൂട്ടിയാൽ ബിന്ദുവിന്റെ നിക്ഷേപമായി. സിത്താരയുടെയും ബിന്ദുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് താഹിറയുടെ നിക്ഷേപം. എങ്കിൽ താഹിറയുടെ നിക്ഷേപം എത്ര? തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി കൂട്ടുകാരനോട് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ തയ്യാറാക്കൂ. കുറഞ്ഞ നിക്ഷേപം ആരുടേതാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ ഇതുവരെ ചെയ്തതുപോലെ തന്നെയുള്ള കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പൊ ബാബുവിന് 1420 ഇതൊക്കെ തന്നിട്ടുണ്ട്. ഇനി ബാബുവിന്റെയും നാഫിയയുടെയും നിക്ഷേപത്തിന്റെ ആകെ തുകയുടെ പകുതിയാണ് സിത്താരയുടെ നിക്ഷേപം. അപ്പൊ സിത്താരയുടെ നിക്ഷേപം എത്രയാ? സിത്താരയുടെ നിക്ഷേപം ഇംഗ്ലീഷ് മീഡിയക്കാരും മലയാളം മീഡിയക്കാരും സെയിം തന്നെയാണ് കേട്ടോ ക്വസ്റ്റ്യൻ വരുന്നത്. സിത്താരയുടെ നിക്ഷേപം എന്ന് പറയുന്നത് ജോണിയയുടെയും ഇവിടെ പറയുന്നത് അല്ലെ ബാബുവിന്റെയും നാഫിയയുടെയും നിക്ഷേപത്തിന്റെ ആകെ തുകയുടെ പകുതി, അതായത് ബാബുവിന്റെയും നാഫിയയുടെയും. അപ്പൊ 1420 കൂട്ടണം 1420 പ്ലസ് 1580 ഇത് നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 0 0 0 3000 ആണ് കിട്ടുന്നത്. അപ്പൊ ഇതിന്റെ പകുതി, അതായത് സിത്താരയുടെ നിക്ഷേപം 1500 ആണ്. 1500 സിത്താരയുടെ നിക്ഷേപം 1500 ആണ് വരുന്നത്. ഇനി അപ്പൊ ഇതിന്റെ ഉത്തരം കിട്ടി. സിത്താരയുടെ നിക്ഷേപം 1500 ആണ്. ജോണിയുടെയും നാഫിയയുടെയും ആകെ നിക്ഷേപത്തിനോട് 120 രൂപ കൂട്ടിയാൽ ബിന്ദുവിന്റെ നിക്ഷേപമായി. അപ്പൊ ജോണിക്ക് 1605ഉം നാഫിയയ്ക്ക് 1580ഉമാണ്. അപ്പൊ 1605ഉം 1580ഉം നമ്മൾ കൂട്ടണം. അപ്പൊ കൂട്ടുന്ന സമയത്ത് 5 8 6 5 11 3185. ഇനി ഇതിനോട് 120 കൂടി നമ്മൾ കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 8ഉം 2ഉം 10 2ഉം 1ഉം 3 3305. അപ്പൊ ഇതാണ് ഇവരുടെ നിക്ഷേപം വരുന്നത്. ആരുടെ? ബിന്ദുവിന്റെ നിക്ഷേപം 3305 ആണ് വരുന്നത്, ബിന്ദുവിന്റെ നിക്ഷേപം വരുന്നത്. ഇനി അത് കഴിഞ്ഞ് സിത്താരയുടെയും ബിന്ദുവിന്റെയും നിക്ഷേപത്തിന്റെ ആകെ തുകയ്ക്ക് തുല്യമാണ് താഹിറയുടെ നിക്ഷേപം. സിത്താരയുടെയും ബിന്ദുവിന്റെയും. അപ്പൊ ഇത് എത്രയാ? 3805 വരും. അപ്പൊ താഹിറയുടെ ആകെ നിക്ഷേപം എത്ര? 3805. ഇനി തന്നിട്ടുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കി കൂട്ടുകാരനോട് ചോദിക്കാൻ ചില ചോദ്യങ്ങൾ, അത് നിങ്ങൾ തയ്യാറാക്കുക. നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കാം? വാട്ട് ഈസ് ദ ഡെപ്പോസിറ്റ് ഓഫ് നാഫിയ? വാട്ട് ഈസ് ദ ഡെപ്പോസിറ്റ് ഓഫ് ബിന്ദു? വാട്ട് ഈസ് ദ ഡെപ്പോസിറ്റ് ഓഫ് സിത്താര? അതിനുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് ചോദിക്കാം. സിത്താരയുടെ നിക്ഷേപം എത്ര? നാഫിയയുടെ നിക്ഷേപം എത്ര? ജോണിയുടെയും നാഫിയയുടെയും കൂടി നിക്ഷേപം എത്ര? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം കേട്ടോ. നെക്സ്റ്റ് വികസന നിധിയാണ്. സ്കൂൾ വികസന നിധിയിലേക്ക് PTA അംഗങ്ങൾ 5 ഗ്രൂപ്പുകളായി തിരിഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ അവിടെ നേരത്തെ പട്ടികയാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്, ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മാത്സ് വർക്ക്ഷീറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ്സ് അറിയിക്കാൻ മറക്കരുത്. നമ്മൾ കുട്ടികൾക്ക് പേഴ്സണലായിട്ട് ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് പേഴ്സണൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. 8075324835 8075324835. Okay, thank you.